ഈസി ആയിട്ട് എങ്ങനെ സ്ലീവ് കട്ട് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. ആദ്യം നമ്മുടെ ഇതിപ്പോൾ നമ്മുടെ ഫ്രെയിം, അതായത് നമ്മൾ കുർത്തി കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ആം റൗണ്ടില്ലേ അത് എത്രയാണ് ആദ്യം അളക്കണം. ഇപ്പോൾ ബാക്ക് പാർട്ട് എടുക്കുന്നതാണ് കൂടുതൽ നല്ലത്, കാരണം ഫ്രണ്ട് പാർട്ട് നമ്മളിവിടെ കുഴിച്ച് വെട്ടല്ലോ, അപ്പോൾ അതെടുത്താൽ നമുക്ക് റെഡി ആവത്തില്ല. അപ്പോൾ കൂടുതൽ നമ്മൾ ബാക്ക് പാർട്ടിൻ്റെ അളവെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് അളന്ന് നോക്കാം. കണ്ടോ, 105. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് കണ്ടോ, 9 ആണ് കേട്ടോ. ആം റൗണ്ട് 9 ആണ്. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ ഞാനിപ്പോൾ തുണി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരു പീസും കൂടി എടുക്കണം കേട്ടോ. നമുക്ക് 2 സ്ലീവ് വെക്കണ്ടേ. ഇപ്പോൾ ഞാൻ ഒരെണ്ണത്തിലാണ് കേട്ടോ കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ ഫോൾഡ് ചെയ്ത ഭാഗം നമ്മുടെ സൈഡിലേക്ക് ആക്കി വെക്കണം. അതിനുശേഷം നമ്മൾ മാർക്ക് ചെയ്തില്ലായിരുന്നോ, നമ്മൾ മാർക്ക് ചെയ്ത് ആം റൗണ്ട് 9 ആയിരുന്നു. അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ ഇവിടെ സ്ലീവുമ്മ മാർക്ക് ചെയ്യേണ്ടത്. അതായത് 8. നമ്മളിവിടെ മാർക്ക് ചെയ്യേണ്ടത് 8 ആണ് കേട്ടോ. 8 മാർക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ക്യാപ്പ് ഹൈറ്റ് കാണണം. ക്യാപ്പ് ഹൈറ്റ് എന്ന് വെച്ചാൽ ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള അളവ്, അത് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷനുണ്ട്. ഇതിപ്പോൾ 3/4 സ്ലീവ് ആയതുകൊണ്ട് അതിനുള്ള ഇക്വേഷൻ എന്ന് വെച്ചാൽ ചെസ്റ്റ് ഡിവൈഡ് ബൈ 12 പ്ലസ് 0.75. അതാണ് നമ്മുടെ ക്യാപ്പ് ഹൈറ്റ്. ഇവിടെ ഇപ്പോൾ എൻ്റെ ക്യാപ്പ് ഹൈറ്റ് എന്ന് വെച്ചാൽ 3.5 ആണ്. അത് നമ്മളിവിടെ മാർക്ക് ചെയ്തു. നമുക്കിവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ഇവിടെ നിന്ന് ഇവിടേക്ക് ഒരു ലൈൻ വരയ്ക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളിവിടെ ഫോൾഡ് ചെയ്ത് ഈ ഭാഗമില്ലേ, ഇവിടെ നിന്ന് നമുക്കൊരു 1 ഇഞ്ച് മാറ്റി 1 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം. കണ്ടോ, ഇനി നമുക്ക് ഇവിടെ നിന്ന് തൊട്ട് ഇവിടേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ഇവിടെ തൊട്ട് ഇവിടെ വരെ നമുക്ക് നോക്കുമ്പോൾ കണ്ടോ എത്ര കിട്ടും? 9 കിട്ടും. ഇവിടെ നമ്മൾ 1 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്യണം കേട്ടോ. ഇനി ഈ ലൈനിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ലൈൻ എന്ന് വെച്ചാൽ നമുക്ക് എത്രയാണ്? 9 ആണ്. അപ്പോൾ 9ൻ്റെ പകുതി എത്രയാണ്? 4.5. അത് ഇവിടെ മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കാം. പക്ഷേ ഫസ്റ്റ് ടൈം വരയ്ക്കുന്നവർക്ക് കുറച്ചും കൂടി എളുപ്പമാക്കാനായിട്ട് ഈ ലൈനിൻ്റെ സെൻറ്റർ പോയിൻ്റ് കണ്ടുപിടിക്കാം. ഇവിടെയും ചെറുതായി മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ ലൈനിൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ചിട്ട് ഇവിടെയും മാർക്ക് ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ ലൈനിൻ്റെ ഇവിടെ ഒരു 0.5 മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട്, ഈ ഫസ്റ്റ് ടൈം ഇത് വരയ്ക്കുന്നവർക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ താഴെയും ഒരു 0.5 മാർക്ക് ചെയ്യാം. പിന്നെ ഞാൻ ഒരു കാര്യം വിട്ടുപോയി, ഇതിൻ്റെ ലെങ്ത്ത്. ഇവിടെ ഞാൻ ഒരു 15 എടുക്കുന്നത്. പക്ഷേ എനിക്കിവിടെ
ബോർഡറിൽ, അതായത് ഈ താഴ്ഭാഗത്ത് ഞാൻ ഈ ബോർഡർ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അത് എന്താ പറയുക, ഇതിൻ്റെ എത്ര ഇഞ്ചോ അത് കുറച്ചിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ ഏകദേശം നമ്മൾ ഒരു 15 ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ നമ്മൾ 16 ലെങ്ത്ത് എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ 16 എടുക്കാം. 16 ലെങ്ത്ത് ഇങ്ങനെ അടയാളപ്പെടുത്താം. ഓക്കെ, ഇവിടെ എല്ലാം ക്ലിയർ ആയെന്ന് ഞാൻ കരുതുന്നു. ഇനി നമുക്ക് വേറെ ഒന്നുമില്ല. നമ്മൾ ഇവിടെ കർവ് വരയ്ക്കുമ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഫ്രഞ്ച് കർവ് ഉപയോഗിച്ച് വരയ്ക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഈ ലൈൻ തൊട്ട് നമ്മളിവിടെ പോയിൻ്റ് ചെയ്തില്ലേ, അപ്പോൾ ഇവിടെ നിന്ന് ഈ പോയിൻറ്റിലോട്ട് വരയ്ക്കാം. ഈ പോയിൻറ്റിൽ നിന്ന് നമ്മൾ എവിടേക്ക് വരയ്ക്കേണ്ടത്, ഈ സെൻറ്റർ ഇതിലേക്ക് വരയ്ക്കാം. ഈ സെൻറ്ററിൽ നിന്ന് നമ്മൾ ഈ പോയിൻറ്റിലോട്ട് വരയ്ക്കാം. ഇവിടേക്ക് എത്തിക്കാം. ഇപ്പം ഒന്ന് ഇങ്ങനെ നമുക്ക് കിട്ടും. ഇനി നമ്മുടെ ഇവിടെ ഓപ്പൺ എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്യാം. എനിക്ക് 4 കേട്ടോ, അത് ഞാൻ മാർക്ക് ചെയ്തു. പിന്നെ നമ്മുടെ ഇവിടെ മസിൽ റൗണ്ട് ഇവിടെ നിന്നൊരു 6 ലെങ്ത്ത് 6 എടുത്തിട്ട് എനിക്ക് വേണ്ടത് 11 അപ്പോൾ ഞാൻ 5.5 മാർക്ക് ചെയ്തു. പിന്നെ ഇവിടെ നിന്ന് നമ്മുടെ എൽബോ റൗണ്ട് ഇല്ലേ, അത് മാർക്ക് ചെയ്യാം. അതും 5.5 മതി. എൽബോ റൗണ്ട് എടുക്കുമ്പോൾ ഞാനൊരു 11 കേട്ടോ ലെങ്ത്ത്. അവിടെ വെച്ച് ഞാൻ 5.5 തന്നെയാണ് കൊടുക്കുന്നത്. ഇവിടെ സെയിം എലവൻസ് ഒരു 2 ഇഞ്ച് കൊടുക്കാം. ഇനിയിപ്പോൾ കൂടുതലായിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മളൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കളഞ്ഞ് വെച്ചാൽ മതി, അത്രയേ ഉള്ളൂ. ഇത്രയും സീലവൻസിൻ്റെ ആവശ്യം നമുക്കില്ല. ഇനി നമ്മൾ ഈ ലൈനുകളെല്ലാം ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് മാർക്ക് ചെയ്യാം. പക്ഷേ ഇത് ഇങ്ങനെ മാർക്ക് ചെയ്യുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്ലീവ്. ഇനി നമ്മൾ കട്ട് ചെയ്യാം. ഇനി നമ്മുടെ ഈ ഫ്രണ്ട് ഭാഗം ഇച്ചിരി കുഴിച്ചു വെട്ടുന്നുണ്ടോ, അപ്പോൾ അത് ഇവിടം തൊട്ട് ഇവിടെ വരെയായിട്ട് ഒരിക്കലും കയറി പോകരുത്. ഇവിടെ നമ്മളെ ഇവിടെ നിന്ന് ഇച്ചിരി ഒന്ന് കുഴിച്ച് വെട്ടാം. അതിന് അപ്പം നമ്മുടെ ഫ്രണ്ടിൽ എവിടെയാണോ ഇതെനിക്ക് നമുക്ക് ഫ്രണ്ട് കർവ് ഇവിടെ നിന്ന് ഇങ്ങനെ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അത് ഇതുപോലെ നമ്മൾ കുഴിച്ച് കട്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ.
ഇതുപോലെ തന്നെയാണ് മറ്റേ സ്ലീവും കട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ 2 പീസ് തുണി നമ്മൾ വെക്കണം കട്ട് ചെയ്യാൻ നേരത്ത് കേട്ടോ.